നമുക്കറിയാം നമ്മളിപ്പോൾ പ്രൊമോയിൽ കണ്ടതാണ് റോക്കി സിജോയുടെ ദേഹത്ത് കൈ വെക്കുന്നത്. കൈ വെക്കുന്നത് കണ്ടതെന്ന് ചോദിച്ചാൽ പ്രൊമോയിൽ ഫുള്ളായിട്ട് കാണിച്ചില്ല. അങ്ങനെ കൈ വെച്ചു എന്ന് തന്നെ കരുതാം. അത്രയ്ക്ക് പ്രൊവോക്കാണ് സിജോ റോക്കിയുടെ നേരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് പോയത്. അപ്പോൾ അങ്ങനെ റോക്കി ഇനി പുറത്താകുമോ? നമുക്കതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. അതായത് സിജോയ്ക്കും ഫാൻ ബേസ് ഉണ്ട്, റോക്കിക്കും ഫാൻ ബേസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് നോക്കിക്കഴിഞ്ഞാൽ റോക്കിക്കാണ്. റോക്കിക്കിപ്പോൾ നമ്മുടെ ജാസ്മിൻ ഗബ്രിയുമായിട്ടുള്ള ആ ഒരു ഗബ്രിയും ജാസ്മിനും പ്രൊവോക്ക് ചെയ്ത് വന്നപ്പോഴൊക്കെ നമ്മുടെ റോക്കിക്ക് ഫാൻ ബേസ് കൂടിയതേ ഉള്ളൂ. ഓക്കെ, എന്താണ് നിങ്ങളുടെ റോക്കിയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു. അപ്പോൾ സിജോയ്ക്കും റോക്കിക്കും ഫാൻ ബേസ് കമ്പയർ ചെയ്താൽ റോക്കിക്കാണ് ഫാൻ ബേസ് കൂടുതൽ. പക്ഷേ റോക്കി ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ അത് ചെയ്തതെങ്കിൽ അങ്ങനെ ചെയ്തു. പക്ഷേ റോക്കി പുറത്താകുമെന്ന ചോദ്യത്തിന് തീർച്ചയായും പുറത്താവുക തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞ സീസണിൽ നമുക്ക് അറിയാം, റോബിനൊക്കെ ഇത്തരത്തിൽ പിടിച്ചു തള്ളുകയൊക്കെ ചെയ്ത സമയത്ത് റോബിനെ പുറത്താക്കിയതാണ്. 1-2 വാർണിംഗ് ഒക്കെ ബിഗ് ബോസ് കൊടുക്കും. പക്ഷേ ഈ ഒരു ദേഹത്ത് കൈവെക്കുക എന്നുള്ളത് ബിഗ് ബോസിൻ്റെ ഷോയെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ഇനി ആരെങ്കിലും ഇങ്ങനെയുള്ള കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇങ്ങനെ ചെയ്യാനൊരു പ്രവണത വരും ഈ റോക്കിയെ നിർത്തിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് റോക്കിയെ എന്തായാലും ഇങ്ങനെയുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ റോക്കിയെ ഇതിൽ നിന്നും പുറത്താക്കുക തന്നെ ചെയ്യും. കാരണം റോക്കിയും സിജോയും തമ്മിൽ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് റോക്കി കൈവെക്കും എന്നുള്ള രീതി സിജോയ്ക്ക് അറിയാം. അങ്ങനെ സിജോ റോക്കിയെ പുറത്താക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം റോക്കി നല്ലൊരു ഗെയിമറാണ്. അപ്പം ഈ നമ്മുടെ സിജോയ്ക്ക് അറിയാം ഇവൻ നല്ലൊരു എതിരാളിയാണ്. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കാം. അങ്ങനെയാണ് ഇവൻ കൈവെക്കുന്നെങ്കിൽ കൈവെക്കട്ടെ. കഴിഞ്ഞ ദിവസം പ്രോപ്പർട്ടി ഇടിച്ച് ഡാമേജ് വരുത്തിയപ്പോഴേ ബിഗ് ബോസ് ഒരു വാർണിംഗ് കൊടുത്താണ്. അപ്പം ഇനി ഒരു വാർണിംഗ് കിട്ടില്ല. ഇനിയും പുറത്താക്കുക എന്നുള്ള ധാരണയിൽ ഇവനെ പുറത്താക്കാൻ വേണ്ടി മാത്രം സിജോ പ്രൊവോക്ക് ചെയ്ത് പോയതാണ്. ഇത്തരത്തിൽ പ്രൊവോക്ക് ചെയ്താണ് നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഒക്കെ ഇവനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തത്. അപ്പോൾ ഇവൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, അപ്പം ഇത്തരത്തിലാണ് നമുക്ക് കാര്യങ്ങൾ. ഇനി എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കും. കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എന്തായാലും ഇവരെ രണ്ടുപേരെയും പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക.